അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എയർപോർട്ടിൽ ഇന്റലിജന്റ് ബ്യൂറോ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മേഘ എന്ന് പറയുന്ന പെൺകുട്ടി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവം എല്ലാവരും ഇതിനകം അറിഞ്ഞു കാണുമല്ലോ. പലരും ഇത് അറിഞ്ഞ കാര്യമായിരിക്കും. ഇത് അത്യാവശ്യം വാർത്തയായിട്ടുണ്ടായിരുന്നു. അപ്പൊ വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇന്റലിജന്റ് ബ്യൂറോ വിഭാഗത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രക്കും ടാലന്റഡ് ആയിരിക്കണം, അത്രക്കും ഇന്റലിജന്റ് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ അത്രയ്ക്കും കഴിവും പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയാണ് മേഘ എന്ന് വേണം പറയാൻ. ഈ ഇന്റലിജന്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഒന്നും കൂടി മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ അന്വേഷണ ഏജൻസി എന്ന് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഈ തീവ്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് എവിടെയൊക്കെയാണ് ഇന്റലിജന്റ് ബ്യൂറോ എന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദ ബാധിത മേഖലകളിൽ എയർപോർട്ടിലും ഒക്കെയാണ്. അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുന്നത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഹൈ റിസ്ക് ജോലിയാണ്. അതുപോലെ തന്നെ റിസ്കിനനുസരിച്ചുള്ള സാലറി ഉണ്ട്. ഇവർക്ക് 1 ലക്ഷത്തിന് മേലിൽ തന്നെ സാലറി ഉണ്ടെന്നാണ് പല മീഡിയാസിലും കാണപ്പെടുന്നത്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. എന്നാലും ഈ പ്രായത്തിൽ ഇത്രയും വലിയൊരു തുക തന്നെ സാലറി ആയിട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാല് അത് വലിയൊരു കാര്യം തന്നെയല്ലേ. എന്തായാലും മേഘയെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ടിലാണ് മേഘയ്ക്ക് ജോലി കിട്ടിയത്. വേറെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതിനേക്കാൾ റിസ്ക് കുറവെന്നുള്ളത് എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതാണ്. എന്തായാലും തന്റെ കഴിവും പ്രാപ്തിയും കൊണ്ട് ഇത്രയും ചെറിയ കാലയളവിൽ തന്നെ ഇത്രയും നല്ലൊരു ജോലിയും ഇത്രയും നല്ലൊരു സാലറി മേഘയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 25-ാമത്തെ വയസ്സിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അതെല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. വെറും 10% ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും ഇത്രയും വലിയൊരു സാലറിയും ജോബും എല്ലാം കിട്ടിയിട്ടും ഈ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹതാപത്തിനപ്പുറം എനിക്ക് ഈ പെൺകുട്ടിയോട് പുച്ഛം മാത്രമാണ്. എന്തായാലും ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഈ കാര്യം. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ മേഘയെ കുറിച്ച് പറയാം. മേഘ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ തന്നെയാണ് മേഘ ജനിച്ചു വളർന്നത്. പത്തനംതിട്ടയാണ് മേഘയുടെ സ്വദേശം. അപ്പൊ അച്ഛനൊരു ITI പ്രൊഫസറാണ്, അമ്മ ഒരു സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയാണ്. ഇവരുടെ ഏക മകളായിരുന്നു മേഘ. അപ്പോ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ജോലി ലഭിച്ച മേഘ തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്റ്റലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. മരണം നടന്ന ദിവസം മേഘയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി അവസാനിച്ച മേഘ എന്ന് പറയുന്നത് നേരെ പോയത് റെയിൽവേ ട്രാക്കിലേക്കാണ്. അങ്ങനെ ട്രാക്കിലൂടെ നടന്ന് ഏകദേശം മണി 9 ആയി കഴിഞ്ഞു. 7 മണിക്കെങ്ങാണ്ടാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നേരെ ട്രാക്കിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴത്തേക്ക് 9 മണി കഴിഞ്ഞു. മൊബൈലിൽ ആരോടോ സംസാരിച്ചുകൊണ്ടാണ് മേഘ നടക്കുന്നത്. അങ്ങനെ മേഘയുടെ പിന്നിലൂടെ ഒരു ട്രെയിൻ വരികയായിരുന്നു. ട്രെയിനിലുള്ളവർ കണ്ടു ഈ മേഘ നടന്നു പോകുന്നത്. അങ്ങനെ ഹോൺ അടിച്ചായിരുന്നു. അങ്ങനെ ട്രെയിൻ വരുന്നത് കണ്ട മേഘ ട്രാക്കിന് കുറുകെ അങ്ങ് തലവിച്ചു കിടന്നു. അങ്ങനെ ട്രെയിൻ നമ്മുടെ മേഘയുടെ മേത്തുകൂടെ കയറി ഇറങ്ങി ശരീരം ഛിന്നം ഭിന്നമായി പോവുകയായിരുന്നു. ഏകദേശം 9:15 ആയപ്പോഴത്തേക്ക് പ്രദേശവാസികൾക്ക് മൃതദേഹം ലഭിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ച സമയത്ത് ആള് ധരിച്ചിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് യൂണിഫോം ആയിരുന്നു. അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് മേഘ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ട്രെയിൻ ഇടിച്ചതിന് ശേഷം ആ മൊബൈൽ ഫോൺ ശരിക്കും നശിച്ചു പോയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഈ മേഘ ആരോടാണ് സംസാരിച്ചതെന്നുള്ള വിവരങ്ങളൊന്നും ആ ഫോണിലൂടെ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അത്രയ്ക്കും നശിച്ചു പോയായിരുന്നു. എന്തായാലും സൈബർ സെല്ലിൽ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അവര് കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് വിചാരിക്കും. ആദ്യം ഈ പോലീസുകാർ പറഞ്ഞത് തന്നെ പ്രണയ നൈരാശ്യമായിരുന്നു ഈ ജീവൻ ഒടുക്കാൻ കാരണമെന്നാണ്. അപ്പോ ഈ മേഘ ജോലി ആവശ്യത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ പുറത്ത് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മേഘ ഒരു മലപ്പുറം പയ്യനുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. പിന്നീട് ആ സൗഹൃദം വളരുന്നു, പ്രണയത്തിലാവുന്നു. പുറമെ നോക്കുന്ന സമയത്തിന് എല്ലാം കൊണ്ട് ഒത്തൊരു പ്രണയമായിരുന്നു എന്ന് വേണേ പറയാം. രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, സെറ്റിൽഡ് ആണ്. ജാതി ഒരു പ്രശ്നമല്ല, മതവും പ്രശ്നമല്ല. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ പയ്യൻ പ്രണയത്തിൽ നിന്നും പിന്മാറി. അങ്ങനെ ആ പയ്യൻ വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവളെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമെന്ന് മേഘയെ ആ പയ്യൻ അറിയിച്ചു. പെട്ടെന്ന് തന്നെ ആ മേഘ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അത് തന്നെയാണ് മരണത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചതെന്നും പോലീസ് പറയുന്നു. എന്തായാലും മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് മേഘയുടെ അച്ഛനും അമ്മാവനും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് സാധാരണ ഒരു ആത്മഹത്യ അല്ല, ഇതിന്റെ പുറകിൽ വേറെ എന്തോ കാരണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് മേഘയുടെ അമ്മാവൻ പറയുന്നത്. അങ്ങനെ മേഘയുടെ അച്ഛൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. അതായത് അവള് 7 മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ്. അപ്പൊ ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല. പക്ഷെങ്കിൽ അവള് ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി, ട്രാക്കിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നോ ഒരു സംശയമാണ് നമുക്ക്. അതെ, അതൊരു പോയിന്റ് തന്നെയാണ്. മേഘ സ്ഥിരമായി
പോകുന്ന റൂട്ടിൽ വേറെ റെയിൽവേ ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള മേഘ ആ ഒരു ദിവസം മാത്രം റെയിൽവേ ട്രാക്കിലേക്ക് പോയത് എന്തിനാണ്? അപ്പോ അത് കരുതിക്കൂട്ടി തന്നെയാണ് റെയിൽവേ ട്രാക്കിലേക്ക് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മരിക്കണമെന്നുള്ള ചിന്തയോട് കൂടി തന്നെയാണ് അങ്ങോട്ട് പോയത്. പെട്ടെന്നൊരു തീരുമാനത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ തീരുമാനം ഓർത്തിട്ട് ട്രെയിൻ കണ്ടപ്പോൾ തന്നെയാണ് ചാടിയേക്കാന്ന് പറഞ്ഞോണ്ട് ചാടിയതല്ല. പുള്ളിക്കാരി കണക്കൂട്ടലോടുകൂടിയാണ് ആ ഒരു ഭാഗത്തേക്ക് പോയത്. എന്തായാലും മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എന്തോ ഒരു പ്രശ്നം മേഘയെ വല്ലാതെ അലട്ടിയിരിക്കാം. ഒരുപക്ഷെ ഈ പ്രണയ നൈരാശ്യം തന്നെ ആവാം. എന്തായാലും ഇങ്ങനെ ഒരു പ്രാഥമിക നിഗമനത്തിൽ പോയി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും മേഘയുടെ കാമുകന്റെ ഫോട്ടോസോ ഡീറ്റെയിൽസോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല പോലീസ്. മേ ബി ഒരു കൺഫർമേഷൻ ആവശ്യമുണ്ടാവും, അതാവാം. ചിലപ്പോ അതിനുശേഷം പുറത്തു വിടുമായിരിക്കും. അപ്പൊ ബാക്കിയും കൂടെ കേട്ടു നോക്കാം. പ്രശ്നം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ ദിവസം എന്തെങ്കിലും ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇല്ല, സാധാരണ പോലെ. സാധാരണ 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവാണ്. കാപ്പി രാവിലെ കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ നമ്മളത് വിട്ടു. പിന്നെ അതിനെ പറ്റിയില്ലല്ലോ. പിന്നെ 10 മണിയായപ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ട്രെയിനിലെ അപകടം സംഭവിച്ചു വന്നു. അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം അപ്പൊ 7 മണിക്ക് വരെ വീട്ടുകാരോട് സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ പോലും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് 9 മണിയായപ്പോ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നത്. ചിലപ്പോ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതൊന്നും വീട്ടുകാരോട് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അതായിരിക്കും അവളത് പറയാഞ്ഞത്. അതല്ലെങ്കിൽ അവസാനം വിളിച്ച ആ ഫോൺ ചെയ്യുന്ന സമയത്താണല്ലോ അവസാനമായിട്ട് ലാസ്റ്റ് ഫോൺ വിളിച്ചുകൊണ്ടാണല്ലോ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നത്. ആ ഫോൺ കോളിൽ മേഘയെ ട്രിഗർ ചെയ്യുന്ന എന്തോ ഒന്നും ഉണ്ടായിരിക്കണം. ആ ഫോൺ കോൺവെർസേഷൻ കൃത്യമായി കേട്ടാൽ മാത്രമേ എന്താണ് അവർ തമ്മിൽ സംസാരിച്ചതെന്നും കാര്യങ്ങളും എല്ലാം പിടികിട്ടത്തുള്ളൂ. ആ ഫോൺ കോളിൽ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അത് വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. ഇപ്പൊ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് തന്റെ മുൻ കാമുകനുമായിട്ടാണ് മേഘ സംസാരിച്ചത് എന്ന് തന്നെയാണ്. അതിനുള്ള സാധ്യതയാണ് ഇവിടെ ഏറെയും തെളിഞ്ഞു കാണുന്നത്. എന്തായാലും മേഘയുടെ അച്ഛൻ തുടർന്നും കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് കേട്ടോ. മേഘയുടെ വിവാഹം സംബന്ധിച്ച ആലോചനകൾ ഉണ്ടായിരുന്ന? ഇല്ലില്ല, ഇപ്പൊ കാരണം ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളു. അപ്പൊ 2 വർഷം ആയിട്ടില്ല. 1 വർഷം കഴിഞ്ഞ് 3 മാസമേ ഉള്ളു. അപ്പൊ പെട്ടെന്നൊരു ഇത് വേണ്ടെന്നാണ് അവള് പറഞ്ഞത്. അപ്പൊ നമ്മൾ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചെറിയച്ഛൻ പറഞ്ഞതുപോലെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ചെറിയച്ഛൻ അവര് ജോധ്പൂരിൽ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു കുട്ടിയായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും വിവാഹത്തിനെ കുറിച്ച്? ഇല്ലില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ ഫോൺ വന്നതിലെ ദുരൂഹത അതാണ്. ആ സമയത്ത് ഫോൺ വരികയും ആ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ പോകണമെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ആവശ്യം. കേട്ടോ, ഇവിടെ മേഘയുടെ അച്ഛൻ മുൻ കാമുകനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിഞ്ഞു മാറുന്ന പോലെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കാറുണ്ടായിരുന്നു, കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിലെന്തോ എനിക്ക് പന്തികേടുള്ളത് പോലെ തോന്നുന്നു. ഒരുപക്ഷെ ഒന്നും അറിയാതെ ആ പയ്യനെ കുറ്റപ്പെടുത്തണ്ട എന്ന് അച്ഛൻ ചിന്തിച്ചു കാണും. ഇനി അതല്ല, അവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അപ്പോ വേറൊരു ചാനലിലെ ഇന്റർവ്യൂവില് ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നതല്ലാതെ വേറൊന്നും എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ആ ഒരു ഇന്റർവ്യൂ കൂടെ കണ്ടുനോക്കാം. പിന്നെ പോലീസൊക്കെ പറയുന്ന ഒരു ദേവസ്വനായിട്ടുള്ള സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ ഇതൊക്കെ പോലീസിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അത് ഇതൊരു ട്രെയിനിങ്ങിന് പോയപ്പോ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും ഇത് സംഭവിച്ചതെന്നും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നത്. വീട്ടിലൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെ വിളിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ആയിരുന്നു ലാസ്റ്റ് വിളിക്കുന്ന സമയത്തൊക്കെ? നമ്മളോട് കുഴപ്പം. ഇപ്പൊ ആറ്റുകാലിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവിട്ടു. ഒരു തരത്തിലും മേഘയുടെ ആ കാമുകനെ കുറിച്ച് കുറ്റപ്പെടുത്താത്ത രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. എന്നാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇപ്പോ പോലീസ് പറയുന്നത് ഇതെല്ലാം പുറത്തു വരുന്നത് വരെ പോലീസ് പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാരണമാണ് നമുക്ക് അത് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇനി വളരെ റെയർ ആയിട്ടുള്ള മറ്റൊരു സാധ്യതയും കൂടെ ഉണ്ട്. വളരെ റെയർ, അതിനായിട്ടുള്ള ഒരു സാധ്യത ഇല്ല. പക്ഷെ എന്നാലും ചിലപ്പോ 100% എത്ര അത് കാണത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ നേരത്തെ, മേഘ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ ജോലി സംബന്ധമായിട്ട് ഒരുപാട് ഭീഷണികളൊക്കെ ചിലപ്പം മേഘയ്ക്ക് നേരിടാനിടയുണ്ട്. ഇനി അങ്ങനെ എങ്ങാനും ആരെങ്കിലും വിളിച്ച് മേഘയെ ഭീഷണിപ്പെടുത്തിയത് കാരണം ജീവൻ ഒടുക്കിയതാണോ എന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരട്ടെ. അതുവരെ എന്തായാലും കാത്തിരിക്കാം. അപ്പൊ എന്ത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.